ക്ഷേത്രത്തിലെത്തി നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാറുണ്ടല്ലോ നമ്മളെല്ലാം. അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നടത്തപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഒന്നുകിൽ നമ്മളൊരു ചരട് ജപിച്ച് കെട്ടുക, അല്ലെങ്കിൽ ഒരു യന്ത്രം എഴുതി ഏലത്തിലേക്കാക്കി ആ ഏലത്ത് പൂജിച്ച് കെട്ടുന്ന രീതികളും നാട്ടിൽ ഇന്ന് പൊതുവെ നിലവിലുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ആകുലതകൾ മാറുവാൻ വേണ്ടിയിട്ടും ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു അയവ് വരുത്താൻ നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മളെ സഹായിക്കുമല്ലോ. അപ്പൊ ആ മനസ്സിനൊരു ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ചരട് ജപിച്ച് കിട്ടുന്നതായാലും അല്ലെങ്കിൽ ഏലസുകൾ പൂജിച്ച് കിട്ടുന്നതായാലും. പൊതുവെ നമ്മൾ ഈ ഏലസ് ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രം വരച്ച് തകിടിൽ വരച്ച് അത് യന്ത്രത്തിന് ഏലത്തിനകത്താക്കി പൂജിച്ച് ചരട് കൊടുത്ത് നമ്മൾ ശരീരത്തിൽ അരയിലോ കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ യന്ത്രത്തിൽ അല്ലെങ്കിൽ ഈ തകിടിൽ